പ്രമാദമായ ഷാരൂൺ വധക്കേസിൽ വിധി ഈ മാസം 17-ന്. വിധി പറയുക നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ചേർത്തലയിൽ സവാള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ നിന്നും ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം. മുൻ MLA KV കുഞ്ഞിരാമനടക്കമുള്ള CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊച്ചി CBI കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ഒന്ന് മുതൽ 8 വരെ പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ, സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ഗിജിൻ, R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി A സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. CPM നേതാക്കളായ K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്കാണ് IPC 225 പ്രകാരമുള്ള വകുപ്പിൽ 5 വർഷം തടവും പിഴയും ലഭിച്ചത്. പിഴത്തുക ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന് കൈമാറണം. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ശിക്ഷാവിധി. CPM നേതാവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമനും മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠനുമടക്കം 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 24 പ്രതികളിൽ 10 പേരെ കുറ്റമുക്തരാക്കിയിരുന്നു. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യത്തിൽ CPM ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാനുള്ള നിയമനീക്കങ്ങൾ സർക്കാരും നടത്തിയിരുന്നു. 10 പ്രതികൾക്ക് ജീവിതാവസാനം തടവും KV കുഞ്ഞിരാമനും 4 നേതാക്കൾക്കും 5 വർഷം തടവും ലഭിക്കുമ്പോൾ വിധി CPM-നും തിരിച്ചടിയാണ്. ജനം, കൊച്ചി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്ന് കൊച്ചി CBI കോടതി. 2 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. അക്രമരാഷ്ട്രീയം 2 പേരുടെ ജീവനെടുത്ത കേസാണിതെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായി. ഇതോടൊപ്പം കുറ്റം തെളിയിക്കാൻ മാധ്യമപ്രവർത്തകന്റെ മൊഴിയും നിർണായകമായി. ദീപിക ലേഖകൻ മാധവന്റെ മൊഴിയാണ് നിർണായകമായത്. അക്രമരാഷ്ട്രീയം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കേസാണിത്. ചെറുപ്രായത്തിൽ 2 യുവാക്കൾ അക്രമരാഷ്ട്രീയത്തിന്റെ ഇരകളായി. ഇതോടൊപ്പം 2 കുടുംബങ്ങൾ തീരാ ദുഃഖത്തിലുമായി. രണ്ടുപേരുടെയും DNA സാമ്പിളുകൾ കൊലയ്ക്കുപയോഗിച്ച വാളിൽ കണ്ടെത്തി. 2, 3, 5 പ്രതികളുടെ രക്തം ആയുധത്തിലും കണ്ടെത്തി. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ കൊലക്കുറ്റം ചെയ്ത പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകേണ്ടതായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പ്രതികരിച്ചു. പൂർണ്ണ തൃപ്തരല്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ശിക്ഷ കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാരെ നഷ്ടപ്പെട്ടു. 8 വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് ഇപ്പോഴും.
ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമല്ല കേസെന്ന വിലയിരുത്തലിലാണ് വധശിക്ഷ ലഭിക്കാതിരുന്നതെന്നും CBI പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് പറഞ്ഞു. നല്ല വിധിയാണ്, പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല വിധി തന്നെയാണ് കിട്ടിയത്. വധശിക്ഷയ്ക്ക് അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിന്റെ പെർവ്യൂവിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതി പരിശോധിച്ചിരുന്നു. കോടതിയുടെ കണ്ടെത്തൽ അത് റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ പെർവ്യൂവിൽ വരുന്നില്ല, അതിൻ്റെ ഇതിൽ വരുന്നില്ല എന്നുള്ള അതുകൊണ്ടാണ് ജീവപര്യന്തമായത്. ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ CK ശ്രീധരനും പ്രതികരിച്ചു. ഇതിനിടെ ശിക്ഷിക്കപ്പെട്ട മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ കാണാൻ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനും മറ്റ് നേതാക്കളും എത്തി. ശിക്ഷിക്കപ്പെട്ടവർ പാർട്ടിക്കാരായതുകൊണ്ടാണ് കാണാനെത്തിയതെന്ന് മോഹനൻ പ്രതികരിച്ചു. ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം പാർട്ടി ഉണ്ടല്ലോ എന്നും മോഹനൻ പറഞ്ഞു. അവരെ സംബന്ധിച്ച് ഇനിയും കോടതി ഉണ്ടല്ലോ, ആ കോടതികളെല്ലാം നിശ്ചയിക്കട്ടെ. അവരത് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ഞാൻ കോടതി വരേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതിന്റെ പേരിൽ സ്വാഗതമായിട്ട് അവർ കാണുന്നു. കേസിൽ CPMന്റെ പങ്ക് ചില നേതാക്കൾ നിഷേധിക്കുമ്പോഴാണ് ശിക്ഷിക്കപ്പെട്ടവർ CPMകാർ തന്നെയെന്ന് വ്യക്തമാക്കി കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി എത്തുന്നത്. ജനം, കൊച്ചി. പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന നിരവധി കേസുകളിലെ പ്രതി പിടിയിലായി. തലവടി നേരേറ്റുപുറം സ്വദേശി ശ്രീലാലാണ് പിടിയിലായത്. ഇടത്തോ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വധശ്രമമടക്കമുള്ള കേസുകളിലെ പ്രതിയാണ് ശ്രീലാൽ. വധശ്രമം, മയക്കുമരുന്നടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതിയായ ശ്രീലാൽ മാസങ്ങളായി പോലീസിനെ വെട്ടിച്ച് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയായിരുന്നു. പോലീസ് നിരവധി തവണ പ്രതിയെ തേടി നേരിട്ടുപുറത്തെ വീട്ടിലെത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. ശ്രീലാലിനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് എടത്വ പോലീസ് ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും ശുപാർശ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം കാപ്പ ചുമത്തി. ഇന്നലെ രാവിലെ 11 മണിയോടെ പോലീസ് മഫ്തിയിൽ വീട്ടിലെത്തി വീട്ടുകാർ മുഖേന ശ്രീലാലിനെ ഫോണിലൂടെ വിളിച്ച് വീട്ടിലേക്ക് വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പ്രതിയാണ് ശ്രീലാൽ. ചങ്ങനാശ്ശേരി, തൃക്കൊടിത്താനം പ്രദേശങ്ങളിൽ കൊട്ടേഷൻ സംഘമായിരുന്ന ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. അമ്പലപ്പുഴ DYSP N രാജേഷ്, എടത്വ CI M അൻവർ, SIമാരായ KN രാജേഷ്, സജികുമാർ, സീനിയർ CPO ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജനം, ആലപ്പുഴ. ഷാരോൺ വധക്കേസിൽ വിധി ഈ മാസം 17-ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കഷായം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ ഗ്രീഷ്മയാണ് ഒന്നാം പ്രതി. ഇവരുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഏറെ പ്രമാദമായ കേസാണ് ഷാരോൺ വധക്കേസിൽ. അതിൽ നിർണായകമായ വിധിയാണ് ഈ മാസം 17-ന്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിന്റെ വിധിയാണ് ഈ മാസം 17-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ഗ്രീഷ്മ, ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വിധി ഈ മാസം 17-ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. 2022-ലാണ് ഷാരോണിനെ വിഷം കലർത്തിയ കഷായം നൽകി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും ഒക്ടോബർ 25-ാം തീയതി മരണപ്പെടുകയുമായിരുന്നു. ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ. ഗ്രീഷ്മയുടെ അമ്മാവൻ എന്നിവരാണ് 2ഉം 3ഉം പ്രതികൾ. പ്രതിയായ ഗ്രീഷ്മ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനുമാണ് വിചാരണ നേരിട്ടിരുന്നത്. തെളിവ് നശിപ്പിച്ചതിനാണ് അമ്മയ്ക്കും അമ്മാവനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദം പൂർത്തിയായതിനു ശേഷമാണ്, അതിനെ തുടർന്നാണ് വിധി ഈ മാസം 17-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി MM ബഷീറാണ് കേസ് ഈ മാസം 17-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഷാരോൺ വധക്കേസിലാണ് നിർണായകമായ വിധി. ഈ മാസം 17-നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുക. കഷായം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ കാമുകിയായ ഗ്രീഷ്മയാണ് ഒന്നാം പ്രതി. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് സമൂഹ മാധ്യമത്തിലൂടെ അശ്ലീല സന്ദേശമയച്ച ഡോക്ടർ പിടിയിലായി. കണ്ണൂർ സ്വദേശി അലൻ അലക്സാണ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് പിടിയിലായത്. പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചേർന്നാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സമൂഹ മാധ്യമം വഴിയാണ് കാക്കൂർ സ്വദേശിയായ പെൺകുട്ടി ഡോക്ടറെ പരിചയപ്പെടുന്നത്.
ആദ്യം സൗഹൃദ സംഭാഷണമായിരുന്നെങ്കിൽ പിന്നീട് ഡോക്ടർ നിരന്തരം അശ്ലീല സന്ദേശം അയച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. തുടർന്ന് പെൺകുട്ടി ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഡോക്ടറോട് പെൺകുട്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഡോക്ടർ സ്വന്തം കാറിൽ ബീച്ചിലെത്തി. അവിടെ കാത്തിരുന്ന പെൺകുട്ടിയെ കാറിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. പോക്സോ വകുപ്പ് ചുമത്തി വെള്ളയിൽ പോലീസ് കേസെടുത്തു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ജനം, കോഴിക്കോട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതി പിടിയിലായി. അടക്കത്ത് സ്വദേശി വിജീഷാണ് പിടിയിലായത്. കുട്ടിയെ കാറിലിരുത്തി യുവതി സാധനം വാങ്ങാൻ പോയപ്പോഴായിരുന്നു പ്രതി കുട്ടിയും എടുത്ത് കാർ ഓടിച്ച് കടന്നു കളഞ്ഞത്. പ്രതിക്കെതിരെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും മോഷണത്തിനും കുറ്റ്യാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടക്കുന്നത്. കുന്നംകുളം സ്വദേശിനി കുഞ്ഞുമായാണ് കുറ്റ്യാടി ടൗണിലെ സൂപ്പർ മാർക്കറ്റിലെത്തിയത്. സാധനം വാങ്ങി തിരികെ കാറിൽ കയറി വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ കയ്യിലുണ്ടായിരുന്ന സാധനം മറന്നുവെച്ചത് ഓർമ്മ വരുന്നത്. അതോടെ കുഞ്ഞിനെ കാറിൽ തന്നെ ഇരുത്തി യുവതി തിരികെ സൂപ്പർ മാർക്കറ്റിലേക്ക് തിരിച്ചു. ഇതിനിടെ അവിടേക്കെത്തിയ പ്രതി കാറിൽ കയറി കുട്ടിയുമായി കാർ ഓടിച്ചു കടന്നു കളഞ്ഞു. കുട്ടി നിലവിളിച്ചതോടെ 1 കിലോമീറ്ററിന് അപ്പുറത്തെത്തിയപ്പോൾ പ്രതി വിജീഷ് തന്നെ കുട്ടിയെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നാലെ നാട്ടുകാർ പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തിയാണ് പ്രതിയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനും മോഷണത്തിനും കുറ്റ്യാടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ഇടുക്കിയിലെ കുമളി ബസ് സ്റ്റാൻഡിൽ കത്തിക്കുത്തിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ചങ്ങര സ്വദേശി സുനിലാണ് കത്തിക്കുത്തിൽ കഴുത്തിന് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങര സ്വദേശി മഹേശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംശയത്തെ തുടർന്നാണ് മഹേശ്വരൻ സുനിലിനെ ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുമളി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന പുതുക്കാട്ടിൽ സുനിലിനെ മഹേശ്വർ ആക്രമിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് മഹേശ്വർ സുനിലിനെ പലതവണ കുത്തി. കഴുത്തിനും നെഞ്ചിനുമാണ് സുനിലിന് പരിക്കേറ്റിട്ടുള്ളത്. മഹേശ്വരനും ഭാര്യയും കുറച്ചു നാളുകളായി പിരിഞ്ഞു കഴിയുകയാണ്. മഹേശ്വരന്റെ ഭാര്യയും ഓട്ടോ ഡ്രൈവറായ സുനിലും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ഇതേ ചൊല്ലി മുൻപും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായാണ് സുനിലിനെ മഹേശ്വർ കുമളിയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിനിടെയായിരുന്നു ആക്രമണം നടത്തിയ മഹേശ്വറിനെ ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാർ പിന്തിരിപ്പിച്ചതും പിടികൂടിയതും. പരിക്കേറ്റ സുനിലിനെ കുമളി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, ഇടുക്കി. ചേർത്തലിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സവാള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ദൃശ്യങ്ങളിൽ കാണാം ചാക്ക് കണക്കിന് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. ഇവ സവാള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ്. ചേർത്തലയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് ഈ സവാള കയറ്റി വന്ന പിക്കപ്പ് വാൻ പരിശോധിച്ചത്. 39 സവാള ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 29,250 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ഇതിൽ വാൻ ഡ്രൈവറെയും വാനിന് പുറകെ ആഡംബര കാറിൽ നിരീക്ഷണം നടത്തിയെത്തിയ ഇടപാടുകാരായ 2 പേരെയുമാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. വാനിന്റെ ഡ്രൈവറായ വയനാട് മാനന്തവാടി സ്വദേശി സിബി തോമസ്, പാലക്കാട് സ്വദേശികളായ നെല്ലിക്കാട്ട് ഉനൈസ്, ഷഹീർ എന്നിവരെയാണ് ചേർത്തല SHO G അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ട് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹന പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്കിടെയാണ് സവാള ചാക്കുകൾക്ക് അടിയിൽ മറ്റ് ചാക്കുകളിലായി വേറെ ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നം കണ്ടെത്തിയത്. മൈസൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുവരികയായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗത്ത് ലോറി എത്തിക്കുകയാണ് ദൗത്യമെന്ന് ഈ സംഘം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കൊറോണ കാലം മുതൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നുണ്ടെന്നും ഈ 2 പ്രാവശ്യം പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ പോലീസിനോട് സമ്മതിച്ചു. ഈ ആ സ്ഥലം വരെയാണ് നിഷ സൂചിപ്പിച്ച ആ ഒരു സ്ഥലം വരെയാണ് ഇവരുടെ ദൗത്യം. പിന്നീട് ഈ പുകയില ഉൽപ്പന്നങ്ങൾ മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കും. ഇതിനുള്ള ഒരു നിരീക്ഷണത്തിന് വേണ്ടിയാണ് 2 കാറുകളും ഇതിന് അകമ്പടി സേവിച്ചത് അല്ലേ?
അതെ, അങ്ങനെ തന്നെയാണ് പോലീസിന് ഇവർ വിവരം നൽകിയിട്ടുള്ളത്. അതായത് ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗത്ത് ലോറി എത്തിക്കുക, അതിനുശേഷം മറ്റ് സംഘം അല്ലെങ്കിൽ ഇടപാടുകാർക്കായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ കൈമാറും. ഈ വാഹനത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഈ വാഹനം നിർത്തുന്നുണ്ടോ, ആരെങ്കിലും ഒറ്റുന്നുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അകമ്പടി വാഹനവുമായി 2 പേർ ഇതിനെ പിന്തുടർന്ന് വന്നത്. അവർ അങ്ങനെ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്, ബൈപ്പാസിൽ ഈ വാഹനം എത്തിക്കും. ആ സമയത്ത് ഡ്രൈവർക്ക് 4000 രൂപയും കൂടെയുള്ള ആളുകൾക്ക്, അതായത് ഈ വാഹനം നിരീക്ഷിക്കുന്ന 2 പേർക്ക്, കാറിൽ വന്ന 2 പേർക്ക് 3000 രൂപയും കിട്ടുമെന്നാണ് പോലീസിനോട് പറഞ്ഞത്. നിരോധിത പുകയില ഉൽപ്പന്ന കടത്തിന് പിന്നിലുള്ള സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്നും ശേഖരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പിക്കപ്പ് വാൻ പിടികൂടി, ഒപ്പം തന്നെ ഈ 2 വാഹനത്തിലുണ്ടായിരുന്നവരും പോലീസ് കസ്റ്റഡിയിലാണ് അല്ലേ? 3 പേരും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5:30 രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഈ ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ, ദേശീയപാതയ്ക്ക് അരികിലാണ് ചേർത്തല പോലീസ് സ്റ്റേഷൻ, അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിൽ സവാള ചാക്കുകൾക്കടിയിൽ മറ്റൊരു ചാക്കിൽ ഒളിപ്പിച്ച് കടത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ വൻതോതിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ചേർത്തലയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. സവാള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചാക്കുകളിലാക്കിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത്. ഏതായാലും ഒരു സംഭവത്തിൽ ഈ പിക്കപ്പ് വാൻ ഡ്രൈവർ, ഒപ്പം അകമ്പടിയായിട്ട് വന്നിരുന്ന 2 കാറുകളിൽ ഉണ്ടായിരുന്ന 2 പേരും കസ്റ്റഡിയിലായിരിക്കണം. അങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. തട്ടിപ്പ് കേസിൽ കണ്ണൂരിൽ പിടിയിലായ കേരള ഗ്രാമീൺ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. അസിസ്റ്റന്റ് മാനേജർ കണ്ണാടിപ്പറമ്പിൽ വി സുജേഷ് പള്ളിക്കുന്നിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്നും 1.5 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേരള ഗ്രാമീൺ ബാങ്ക് താഴെച്ചൊവ്വ ബ്രാഞ്ചിൽ നിന്ന് 34 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾ പിടിയിലായത്. നേരത്തെ പള്ളിക്കുന്നിലെ കേരള ഗ്രാമീൺ ബാങ്കിൽ ഡിജിറ്റൽ ബാങ്കിംഗ് സർവീസ് ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജറായിരുന്ന സുജേഷ് 2020 ജൂലൈ 1 മുതൽ 2024 ജൂൺ 23 വരെയുള്ള കാലയളവിൽ 1,46,31,733 രൂപ തട്ടിയെടുത്തതായാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സോഫ്റ്റ്വെയറിൽ വ്യാജമായി ഫയലുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളിലേക്ക് അർഹരായവർക്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന തുകയിൽ ഏജൻസിയായ ബാങ്കിന് ലഭിക്കേണ്ട വിഹിതമാണ് ബാങ്കിനെ കബളിപ്പിച്ച് സുജേഷ് സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെയും അമ്മയുടെയും അക്കൗണ്ടിലേക്കും മാറ്റിയത്. ഇടപാടുകാർ പണയം വെച്ച സ്വർണം കവർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 16-നാണ് സുജേഷിനെ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. സുജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോഴത്തെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. തട്ടിച്ചെടുത്ത പണം കൂടുതൽ പണമുണ്ടാക്കാനായി ഷെയർ ട്രേഡിങ്ങിലും മറ്റും നിക്ഷേപിച്ചെങ്കിലും ഇതിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായാണ് പ്രതി പറയുന്നത്. ജനം, കണ്ണൂർ. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റാരോപിതനായ കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി വീണ്ടും മാറ്റിവെച്ചത്. കഴിഞ്ഞ തവണ അപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ ഗൂഢാലോചന കുറ്റവുമായി ബന്ധപ്പെട്ട് അധിക റിപ്പോർട്ട് നൽകാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഗൂഢാലോചന, വിശ്വാസവഞ്ചന, ചതി തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഷുഹൈബിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ പ്രതി പണം കൊടുത്ത് വാങ്ങിയെന്ന കണക്കുകൂട്ടലിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. അതിനാൽ സംഘടിത കുറ്റകൃത്യം, ഭാരതീയ ന്യായ സംഹിത 112 എന്ന പുതിയ വകുപ്പ് കൂടി കേസിൽ അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന വാദമാണ് പ്രതിഭാഗത്തിൻ്റേത്. 2 തവണ നോട്ടീസ് നൽകിയിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഷുഹൈബ് തയ്യാറായിരുന്നില്ല. ജനം, കോഴിക്കോട്.
പ്രമാദമായ ഷാരൂൺ വധക്കേസിൽ വിധി ഈ മാസം 17-ന്. വിധി പറയുക നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ചേർത്തലയിൽ സവാള കയറ്റി വന്ന പിക്കപ്പ് വാനിൽ നിന്നും ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം.